ഹായ് ഹലോ. രാഷ്ട്രീയപരമായി പല എതിർപ്പുകളുണ്ട്. എന്നിരുന്നാലും മലം ടി വിയുടെ വർഗീയതയെ പച്ചക്ക് ചോദ്യം ചെയ്ത ഗോവിന്ദ മാസ്റ്റർക്ക് 1000 അഭിനന്ദനങ്ങൾ. ഹൃദയത്തിൽ നിന്നും ബിഗ് സല്യൂട്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പാകിസ്ഥാന്റെ പേരുകൾ ഇപ്പോഴും പാകിസ്ഥാൻ മുക്ക് അല്ലെങ്കിൽ ജിന്ന മുക്ക്. അപ്പൊ ഈ പഹൽഗാമിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലപ്പേരുകൾ മാറ്റണമെന്നൊരാവശ്യം കേരളത്തിൽ ഉയരുന്നുണ്ട്. എന്ത് നോക്കുമ്പോ അതിനകത്തൊരു വർഗീയത ഉണ്ടാവും. ഇത് വർഗീയതയല്ല. പിന്നെ ധാരാളം ഒരു ശത്രു രാഷ്ട്രത്തിന്റെ ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. നമ്മുടെ നാട്ടിൽ ഇടുന്നതിലൊരു അത് ഉള്ളതെന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ. ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം. ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര. ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിന്റെ വിഷം ഉച്ചിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമത്തെ ഉപയോഗിക്കുകയാണ്. ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം. എന്നാൽ അതിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, ജനം ഉൾപ്പെടെ.